ഇറാന്റെ ഏറ്റവും വലിയ തെറ്റ് ഭൂഗർഭ മിസൈൽ നഗരങ്ങളാണോ? ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. പർവ്വതനിരകൾ തുരന്ന് ആയിരക്കണക്കിന് അടി ആഴത്തിൽ ഇറാൻ നിർമ്മിച്ചെടുത്ത ആ അത്ഭുത നഗരങ്ങൾ, പതിറ്റാണ്ടുകളായി ഇറാൻ പടുത്തുയർത്തിയ ഈ മിസൈൽ സിറ്റികൾ ഇന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്ന പ്രധാന ലക്ഷ്യങ്ങളായി മാറിയിരിക്കുന്നു. ഇറാന്റെ അഭിമാനമായ ഈ ഭൂഗർഭ ഗുഹകളുടെ പ്രവേശന കവാടങ്ങൾ അമേരിക്കൻ ഉപഗ്രഹങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ആ പർവ്വതങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ആയുധ ശേഖരത്തിന്റെ പകുതി പോലും തൊടാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പർവ്വതങ്ങളിൽ നിന്ന് മിസൈലുകൾ പുറത്തെടുക്കുന്ന നിമിഷം കാത്ത് ഇസ്രായേൽ സൈന്യം നിൽക്കുമ്പോഴും അത്യാധുനിക സാങ്കേതിക വിദ്യയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ പ്രതിരോധം തുടരുകയാണ്. വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളിൽ കവാടങ്ങൾക്ക് സമീപം ചില അവശിഷ്ടങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് ഇറാന്റെ പരാജയമല്ല, മറിച്ച് ശത്രുവിനെ തടഞ്ഞു നിർത്താൻ അവർ നടത്തുന്ന അതിശക്തമായ പോരാട്ടത്തിന്റെ തെളിവുകളാണ്. അമേരിക്കയുടെ എപ്പിക് ഫ്യൂറി എന്നും ഇസ്രായേലിന്റെ ലയൺസ് റോർ എന്നും പേരിട്ട ക്രൂരമായ സംയുക്ത ആക്രമണത്തിന് മുന്നിൽ ഇറാൻ മുട്ടുമടക്കില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 28 നടന്ന ആ നിർണായക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ഉന്നത ഉദ്യോഗസ്ഥരും വധിക്കപ്പെട്ടത് ഇറാന് വലിയ ആഘാതമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ ഒരു നേതാവ് വീഴുമ്പോൾ 1000 പേർ ആ പതാക ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് ഇറാനിൽ കാണുന്നത്. താവളങ്ങളുടെ സ്ഥാനങ്ങൾ അമേരിക്കയ്ക്ക് അറിയാമെന്ന് വരുത്തി തീർക്കുമ്പോഴും വ്യോമാക്രമണങ്ങളിൽ നിന്ന് മിസൈലുകളെ സംരക്ഷിക്കാൻ ഈ ഗുഹകൾക്ക് കഴിയുന്നുണ്ട് എന്നത് ശത്രുക്കളുടെ ജോലി പ്രയാസകരമാക്കുന്നു. ആയിരക്കണക്കിന് മിസൈലുകൾ ഈ ഭൂഗർഭ അറകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിക്കുമ്പോഴും അവ ഓരോന്നും ശത്രുവിന്റെ നെഞ്ചിലേക്ക് ഉതിർക്കാനുള്ള കൃത്യമായ സമയത്തിനായി ഇറാൻ കാത്തു നിൽക്കുകയാണ്. ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കാൻ US സൈന്യം വേട്ടയാടാൻ തുടരുന്നതിനിടയിലും ഇറാൻ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 4 ദിവസത്തിനുള്ളിൽ വിക്ഷേപണങ്ങൾക്ക് 86% കുറഞ്ഞുവെന്ന US സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം ഇറാന്റെ തന്ത്രപരമായ പിൻവാങ്ങൽ മാത്രമാണെന്ന് നിരീക്ഷകർ കരുതുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളെ ഇല്ലാതാക്കാൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഇറങ്ങിത്തിരിക്കുമ്പോഴും അമേരിക്കയെ തളർത്തുന്ന മറ്റൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അത് സമയത്തിനെതിരായ ഓട്ടമാണ്. ഇറാന്റെ പക്കലുള്ള വില കുറഞ്ഞ ഡ്രോണുകളെ നേരിടാൻ അമേരിക്കയ്ക്ക് ചെലവാക്കേണ്ടി വരുന്നത് ഭീമമായ തുകയാണ്. ഇറാൻ വെറും $20,000 മാത്രം വിലയുള്ള ഷാഹദ് ഡ്രോണുകൾ വിക്ഷേപിക്കുമ്പോൾ അവയെ തകർക്കാൻ അമേരിക്കയ്ക്ക് $4 മില്യൺ പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അതായത് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ തോണ്ടുന്ന ഒരു പരോക്ഷ യുദ്ധത്തിനാണ് ഇറാൻ തിരികൊളുത്തിയിരിക്കുന്നത്. ഈ വിടവ് അമേരിക്കയുടെ മിസൈൽ ശേഖരത്തെ അതിവേഗം വറ്റിക്കും. കുറച്ച് ദിവസങ്ങൾ കൂടി യുദ്ധം നീണ്ടുപോയാൽ വാഷിംഗ്ടണിന്റെ ഇന്റർസെപ്റ്റർ സ്റ്റോക്കുകൾ തീർന്നു പോകുമെന്നും കാലത്തിനെതിരായ മത്സരത്തിൽ അമേരിക്ക പരാജയപ്പെടുമെന്നും സൈനിക വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജെയിംസ് അലക്സാണ്ടർ പോലെയുള്ള വിദഗ്ധർ ചോദിക്കുന്നത് ആരാണ് ആദ്യം ആയുധം തീർന്ന് പിന്മാറുന്നത് എന്നാണ്. അമേരിക്കയുടെ ആധുനിക ആയുധങ്ങൾ തീരുന്നതോടെ ഇറാന്റെ കുറഞ്ഞ ചെലവിലുള്ള പ്രതിരോധം വിജയിക്കുമെന്നാണ് സൂചനകൾ. ഈ കടന്നുകയറ്റത്തിന് മറുപടിയായി ബഹ്റൈൻ, കുവൈറ്റ്, UAE, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ മിസൈൽ വർഷം നടത്തിക്കഴിഞ്ഞു. മേഖലയാകെ യുദ്ധഭീതിയിലാകുമ്പോഴും സ്വന്തം ആഭ്യന്തര സുരക്ഷയും ആണവ പദ്ധതികളും സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന നിശ്ചയദാർഢ്യം ചെറുതല്ല. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങൾ നിരീക്ഷിക്കുമ്പോഴും പർവ്വതങ്ങളുടെ ആഴങ്ങളിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ പൂർണ്ണമായി കണ്ടെത്താൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഇറാന്റെ പതനമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾക്കെതിരെ ഒരു രാജ്യം നടത്തുന്ന സമാനതകളില്ലാത്ത പ്രതിരോധത്തിന്റെ കഥയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധം വെറും ഒരു ഭൂപ്രദേശത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഇറാന്റെ അതിജീവന പോരാട്ടമാണ്. ട്രംപിന്റെ തിരിച്ചുവരവോടെ അമേരിക്ക അക്രമസക്തമാകുമ്പോൾ ഇറാൻ പടുത്തുയർത്തിയ ഈ ഭൂഗർഭ കോട്ടകൾ ഇന്നും അവർക്ക് കരുത്തായി നിലനിൽക്കുന്നു. അമേരിക്കയുടെ സാമ്പത്തിക ശേഷിയും ഇറാന്റെ അചഞ്ചലമായ പോരാട്ട വീര്യവും തമ്മിലുള്ള ഈ മത്സരത്തിൽ സ്വന്തം മണ്ണിൽ നിന്ന് പോരാടുന്ന ഇറാന് തന്നെയാണ് മുൻതൂക്കം. ആധുനിക യുദ്ധമുഖത്ത് വമ്പൻ ആയുധങ്ങളല്ല, മറിച്ച് തളരാത്ത മനക്കരുത്തും കുറഞ്ഞ ചിലവിലുള്ള ബുദ്ധിപരമായ നീക്കങ്ങളുമാണ് വിജയത്തിലേക്ക് നയിക്കുന്നതെന്ന് വലിയ പാഠമാണ് ഈ പർവ്വതങ്ങൾ ലോകത്തിന് നൽകുന്നത്.